മതിയടി അവള് സുന്ദരിയാണ്. എനിക്ക് ഒരുപാട് നേരിട്ട് കൊച്ചിനെ ഇതാക്കി വെക്കണ്ട. ആ നിനക്ക് കെട്ടാൻ വേഗം ഞാൻ കെട്ടി കൊടുക്കാം. യൂണിഫോം കണ്ടുപിടിച്ചത് ഐസക് ക്ലീറ്റസ്. അങ്ങനെ നല്ല മക്കളെ, ഈ യൂണിഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ ഈ എല്ലാത്തരം കുട്ടികളും വരില്ലേ. പൈസ ഉള്ള വീട്ടിലെ കുട്ടികൾ വരും, ഒരുപാട് പൈസ ഉള്ള കുട്ടികളും വരും, പൈസ ഇല്ലാത്ത കുട്ടികളും വരും. അപ്പോൾ പൈസ ഉള്ള വീട്ടിലെ കുട്ടികൾ വലിയ ഭയങ്കര കൂടിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരും. അപ്പോൾ പാവപ്പെട്ട കുട്ടി എന്ത് ചെയ്യും? ഉള്ള ഡ്രസ്സിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പം സാറന്മാരെ കണ്ടുപിടിച്ചൊരു വേലയാണ് എല്ലാവരും ഒരുപോലെ വന്നാൽ മതി. അങ്ങനെയാണ് യൂണിഫോം കണ്ടുപിടിച്ചത്. അതങ്ങ് ആദ്യമേ പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നോ? വെറുതെ എന്തിനാ അവളെ കളിയാക്കിയത്? ഇതൊക്കെ പിള്ളേരുടെ മാനസിക ഭദ്രതയെ ബാധിക്കും. ആ പിള്ളേർ എന്തെങ്കിലും ചോദ്യമൊക്കെ ചോദിച്ചാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുക്കണം, അല്ലെങ്കിൽ അത് അവരുടെ മാനസിക ഭദ്രതയെ ബാധിക്കും. സത്യം, ഞാൻ ഇന്നലെ വായിച്ചതാ ഒരു ബുക്കില്. ഏതോ ഒരു ബുക്ക്. ഈ പിള്ളേരെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട് ഏട്ടാ, നമ്മളില്ലേ ഏട്ടാ ചില പിള്ളേരെ കാണുമ്പോ ആ കൊച്ചിനെ കണ്ടുപിടിക്കുക, ഈ കൊച്ചിനെ കണ്ടുപിടിക്കുന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവ് നമ്മൾ അങ്ങ് പ്രോത്സാഹിപ്പിക്കണം. എന്താ ഒരുപാട് മാറിപ്പോയി നീ ഒരുപാട് മാറിപ്പോയി ജമന്തി. എന്നിട്ട് വേറെന്തുണ്ട്? വേറെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആ ബുക്കില്. നോക്കി അമ്മ ഇതെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാന്ന് നോക്കിയേ. ഇതിനകത്ത് നോക്കി എന്തെങ്കിലും ഉണ്ടോന്ന്. ഷൂസ് ഇടും നോക്കി. ഇനി വലുതും വെക്കാനുണ്ടോ? ഈ കാലിൽ ഇത് വെച്ചു, ഇത് വെച്ചു. എല്ലാം വെച്ചോ? എല്ലാം വെച്ചു. എല്ലാം നോക്കിയല്ലേ അല്ലേ? അപ്പൊ ഇതിനകത്തുള്ളല്ലേ? അമ്മ പറഞ്ഞില്ലേ എല്ലാം നോക്കാൻ. ഇതില്ലാതെ ഇപ്പൊ സ്കൂളിൽ പോയിരുന്നെങ്കിലാ. തക്കിളി ചേച്ചിനെ കണ്ടുപഠിക്കണം. അവള് തന്നെയാ ബുക്ക് ബാഗിലേക്ക് ബുക്കും സ്നാക്സും ചോറും പാത്രവും എല്ലാം വെക്കുന്നത്. നാളെ തൊട്ട് അമ്മ അടുക്കളയിൽ വെക്കും ചോറും പാത്രവും ഒക്കെ. അതൊക്കെ കൊണ്ടുവന്ന് ഈ ബാഗിൻ്റെ അകത്തോട്ട് വൃത്തിയായിട്ട് അടുക്കി വെക്കണം കേട്ടോ. എന്താ പറഞ്ഞത്? നീ 2 മിനിറ്റ് ആയില്ലേ പറഞ്ഞിട്ട്? നമ്മൾ ആരെയും കണ്ടുപിടിക്കരുത്, നമ്മളെ കുട്ടികളെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം. എന്നിട്ട് ദീപ പറഞ്ഞ തക്കളെ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്? അറിയാം, നമ്മൾ ആദ്യമല്ലേ കേട്ടോ, നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാ. പിന്നെ സ്കൂളിൽ ആരെങ്കിലും പേര് ചോദിച്ചാൽ നല്ലൂന്ന് പറയരുത്, കസ്തൂരി എന്ന് പറയണം. എന്താ പറയാ മക്കളെ? എങ്ങനെ? കസ്തൂരി. അപ്പൊ മക്കളെ പേരെന്താ? കസ്തൂരി. പേര് വാട്ട് ഈസ് യുവർ നെയിം? കസ്തൂരി. എന്റെ പൊന്നേ മതി, അടിപൊളിയാ. ഇത് വെച്ചില്ല, ഇറങ്ങി. ഇതിപ്പോ എങ്ങനെ വായിച്ചു തീരുമോ? എന്തോ നമ്മാവായത് ഈ പിള്ളേര് പരീക്ഷ എഴുതിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ ഇതെന്തോ. എടാ ഒരു ഷീറ്റ് കിട്ടാ, ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വായിക്കണ്ടല്ലോ. ഇത് ഒരുമിച്ച് വായിച്ചാലേ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് അങ്ങനെ പകുതിക്ക് മുറിച്ചാലേ അതിന്റെ ഒരു സുഖം പോകും. എടാ എനിക്ക് തോട്ടത്തിൽ ചീര പറക്കാൻ ആള് വരെ അങ്ങോട്ട് പോണം. നീ വൈകുന്നേരം ഇവിടെ ചൊറിയും കുത്തിരിക്കല്ലേ, അപ്പൊ വായിച്ചൂടെ? ചൊറിയും കുത്തിരിക്കണം അമ്മ അവനങ്ങ് തീരുമാനിച്ചാൽ മതിയാ. എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. എൻ്റെ ഒരു പാർട്ടിയിലെ പരിപാടി ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കണേ. അത് ആ വേജൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ആ ചരമകോളം നോക്ക്, അധികം മെഴുകണ്ട, അതിലൊരു പടം വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ അങ്ങ് കൊതിക്കണ്ട. നിങ്ങളെ ഫോട്ടോ ചരമകോളത്തിൽ ഞാൻ കൊണ്ട് പത്ര ഓഫീസിൽ കൊടുത്തതിന് ശേഷം ഞാൻ അങ്ങ് മേളിൽ പോവുള്ളൂ കേട്ടോ. ജമന്തി വേഗം ആവട്ടെ, സമയം പോണ്. ബസ് കയറ്റി ഇവിടെ ചോറ് മൊത്തം കഴിക്കണം കേട്ടോ. ഏട്ടാ ബാഗ് ഏട്ടൻ പിടിച്ചാൽ മതി കേട്ടാ. ഭയങ്കര വെയിറ്റ് ആണ്. ഹെൽമെറ്റ് നീ എടുത്തരോ? ഒരു വലിയ പൊട്ട് വെച്ച് കൊടുക്കണ്ട, കാണാനില്ല പൊട്ട്. സ്കൂളിൽ ഇത്ര ഇതുപോലെ വെക്കരുത്. നോക്കി വന്നിറങ്ങി കൊച്ചിനെ കണ്ടില്ല. ഞാൻ ഇവിടെ മോളെ വിട്ടിട്ട് ഓഫീസിലോട്ട് പോകും. ഉച്ചയ്ക്ക് ക്ലാസ് തീരെ പറക്കാൻ ആള് വരും. ഞാൻ തോട്ടത്ത് പോയാൽ വൈകുന്നേരം വരും. നീ എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോ. ഇത് ഞാൻ ഓഫീസിൽ നിന്ന് ഓടി വരണ്ടേ? എടാ അത്ര ദൂരത്തുനിന്ന് എനിക്ക് വരാൻ സമയം ഉണ്ടാവില്ലാന്ന്. നീ എന്തെങ്കിലും പറഞ്ഞിട്ട് കുട്ടീനെ ഉച്ചയ്ക്ക് കൊടുന്നാക്കിട്ട് പോ. അങ്ങനെ കൊച്ചിനെ വിടാൻ പറ്റുമോ? ഒരു ഉത്തരവാദിത്തം വേണ്ടേ? പിന്നെ ഇനി ഉത്തരവാദിത്തമൊക്കെ വരണം. തുടങ്ങിയല്ലേ ഇപ്പോഴേ ബാധ്യതകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ 1-2 കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ല കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോകുന്നത്. തക്കളെ കൊണ്ട് മിക്കവാറും ഞാനല്ലേ പോയിക്കൊണ്ടിരുന്നത്. നീ സ്കൂൾ കണ്ടിട്ടുണ്ടോ? അന്നും കണ്ടിട്ടില്ല, എപ്പോഴും കണ്ടിട്ടില്ല. ഞാനെ കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. നീ കയറി ഇറങ്ങാം. സ്കൂള് ബാഗ് ചാറ്റങ്ങനെ പറയണം. പതുക്കെ കൊണ്ടുപോടാ. ബസ് അങ്ങ് പോകുന്നു.
മക്കളെ ഓടുക. അപ്പൊ അവന് ചീരത്തോട്ടത്തില് ചീര പറിക്കാൻ പോണോ? നീ ആ പത്രം ഇടുന്ന കൊണ്ടടാ. പത്രം വായിക്കണ്ട. നീ ഒരു കാലത്ത് നേരാവില്ല. ഇത് ഇന്നത്തെ അല്ല അമ്മ, ഇത് ഇന്നലത്തെ പത്രം. എന്നാ വായിച്ചു? അല്ലേ അപ്പൊ ഇന്നത്തെ പത്രം എവിടെ? ഇന്ന് പത്രമില്ല, പത്രം അവധിയാ. ഇത് ഇന്ന തന്നെയാണല്ലോ കള്ളൻ. അയ്യോ, ഇതൊക്കെ നിസ്സാരമെന്നാണ് ഇവിടുത്തെ വരെ വിചാരം. പഠിക്കട്ടെ പഠിക്കട്ടെ. ഇന്നത്തേക്കുള്ളത് ഒപ്പിച്ചോ? പിന്നെ അവന്റെ ഓരോരോ തമാശകളെ. എന്താ? ഓഫീസിലും പോവാൻ വയ്യ, അവിടെയും പോവാൻ വയ്യ. പാവം കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയേക്കുക, ഇനി ഉച്ചയ്ക്ക് വിളിക്കാൻ വരണം. പാവപ്പെട്ടവന്റെ ഗതികേടെ. അതിലിത്ര ചിരിക്കാനെന്ത്? വിചാരിച്ചു കൊച്ചിനെ ദത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എളുപ്പമാണെന്ന്. ഇവൻ നോക്കിയോ, അവന് ഇതൊന്നും അല്ല. ഇഷ്ടമാ കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട്. ആ നമ്മുടെ കൊച്ചിന് എന്തോരം പ്രാവശ്യം സ്കൂളിൽ കൊണ്ടുവിട്ടേക്കണം. എന്നാ പിന്നെ ഒരു കാര്യം, ഒരു ബാഗൊക്കെ എടുത്ത് നിക്കറോട് പോയിട്ട് അവനെ കൊണ്ട് സ്കൂളിൽ പോയി ഇരിക്കാൻ പറ. അവൻ പോണ കാര്യത്തിൽ നിങ്ങൾക്ക് പോകും, നിങ്ങൾക്കല്ലേ ഒരു പണിയില്ലാതിരിക്കുന്നത്. നോക്കിക്കോടി തങ്കം, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി തേനെ പാലേന്ന് പറഞ്ഞ് ഇങ്ങനെ വളർത്തി കൊണ്ടുപോയി പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് അവൻ പോസ്റ്റിൽ കയറിയ പൈസ എല്ലാം കൂടെ കൊടുത്ത് അതിനെ വലുതാക്കി എല്ലാം കഴിഞ്ഞ് ഒരു ഡോക്ടറാക്കാനോ അല്ലെങ്കിൽ എഞ്ചിനീയറൊക്കെ ആക്കി അങ്ങോട്ട് കഴിഞ്ഞ് പെണ്ണിൻ്റെ അങ്ങോട്ട് വിധം മാറി കാല് വിളക്കി ഒരൊറ്റ തട്ട്, പിന്നെ ആ തന്തേം തള്ളേ ശരി വഴിയിൽ. ഇത് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങളുടെ മോള് നിങ്ങളെ നോക്കുന്നുള്ളതിന് എന്താ ഉറപ്പ്? എന്റെ മോള് എന്റെ ചോരയെ പറഞ്ഞതാ, അത് എന്നെ അന്തസ്സായിട്ട് നോക്കും. അങ്ങനെയാണെങ്കിൽ പാലയിലുള്ള അപ്പനമ്മയ്ക്കും പറഞ്ഞ ചോരയാണല്ലോ നിങ്ങൾ. എന്നിട്ട് നിങ്ങളെന്താ ഇവിടെ ഇരിക്കണം അവരെ നോക്കാതെ? അവർക്കിപ്പോ ഒരു കുഴപ്പമില്ല. ആ ചോരയിലുള്ള ഈ ചോര നോക്കിയില്ലെങ്കിലും വേറൊരു ചോര അവിടെ ഉണ്ട്. ആ മോള് അവൾ അന്തസ്സായിട്ട് നോക്കണുണ്ട് കേട്ടോ. പിന്നെ നിന്നോട് പറയാനുള്ളത്, ഒന്ന് പറഞ്ഞ രണ്ടിനെ നീ പാലായി കിടക്കണം എന്റെ അപ്പനും അമ്മയും പറയാം, അവര് വഴി കിടക്കണമെന്നില്ല. അത് നേര്, അവര് വഴി കിടക്കണില്ല. നിങ്ങൾ അവിടെ ചെന്നായിരുന്നെങ്കിൽ വഴിയിലായേനെ. കൂടുതൽ വളിപ്പടിക്കല്ലേ തങ്കം. അത് തന്നെ എനിക്കും പറയാനുള്ളത്. വേറെ ഒരു പണിയില്ലേ, കൈ ചൊറിയുണ്ടെങ്കിൽ ഇതെടുത്ത് വെച്ച് കുഴക്കും. വെറുതെ നേരം വെളുക്കുമ്പോ കണ്ടവന്റെ ഉമ്മറത്തോട്ട് വെക്കുക, കണ്ടവന്റെ വായിലോട്ട് വെക്കുക, എന്നിട്ട് കാണാന്നിങ്ങനെ ഒന്ന് വർത്താനം പറയുക. എനിക്ക് ഈ കണ്ടവന്നെ ഇവ അനുഭവിക്കണ പലതും എനിക്ക് കാണണോടി. അത് കാണുമ്പോ എനിക്കുണ്ടാവണ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ എന്റെ കർത്താവേ. എന്തോന്ന് തങ്കം, ഇത് കുറെ നേരം ആയില്ലേ? നീ വലിയ തയ്യക്കാരിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ഒരു നൂല് കൊരുക്കാരനെന്ന് പറഞ്ഞാൽ കോർക്കട്ട് ഇത് കാണുന്ന കണ്ടോണ്ടിരിക്കണതിന്റെ ക്ഷമ നശിക്കുകയാണ്. ഇങ്ങോട്ടെടുക്ക്. ഓരോ കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെയൊക്കെ ഒരു നേക്കുണ്ട്. അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ഈ ഉമ്മ അങ്ങ് പറയുമ്പോൾ വലിയ ആസ്ഥാന തയ്യൽക്കാരി. എന്ത് സൂചി നോക്കി കണ്ണടച്ച് കാണിക്കണ? കണ്ണടച്ചാൽ നൂല് കയറില്ല. ഒരു ഹോളില്ലേ? ഇപ്പൊ സൂചിക്ക് ഹോളിടാതെ വരണേ. ഇത് ചുമ്മാതല്ല എടി, വലിയ ഹോളുള്ള സൂചി ഉണ്ടെങ്കിൽ എടുക്കുക. ഇത് ചുമ്മാ സൂചിയുടെ കുഴപ്പം. ക്ലീറ്റോ ഒരുപാട് കോമഡിക്കാർ പറഞ്ഞ നമ്പറാ ക്ലീറ്റോ അത്. ഞാൻ ഈ കോമഡി കാണാറില്ലേ, അതുകൊണ്ട് എനിക്കത് അറിയില്ല. ഞാൻ പിന്നെ ചാർലി ചാപ്ലിന്റെ കൂടെയാണല്ലോ ജീവിക്കുന്നത്. നിങ്ങൾക്കിന്ന് പോണ്ടേ? എങ്ങനെ പോവും? ഇട്ടുകൊണ്ട് പോകാനുള്ള സാധനമല്ലേ താണ്ട പണിപ്പുരയിൽ ഇരിക്കുന്നത്. ഓരോ നേതാക്കന്മാരെ കാണണം. മാസം 30 ഷർട്ട്, ഓരോ ദിവസം ഓരോ ഷർട്ട് ഇട്ട് വരും. 30 ഷർട്ടാ. നടരാജൻ്റെ ഉണ്ട് 10-25 ഷർട്ട്. നമുക്ക് ആ പടെ 3 ഷർട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിട്ടുകൊണ്ട് ഇറങ്ങിയാലും നമ്മുടെ ഭാര്യ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാര്യയ്ക്ക് അതിലൊന്നും ഒരു നാണക്കേടും ഇല്ല, ഒരു വിഷമവും ഇല്ലല്ലോ. എന്തിട്ടാ എന്ത് ഇല്ലേ? 3 ഷർട്ട് സത്യത്തിൽ നാണക്കേടാണ്. ഇപ്പം ഓരോ പെണ്ണുങ്ങളുടെ അലമാരി തുറന്നാൽ കൊതിയാവും. 100-150 സാരിയാണ്. എനിക്ക് പഴയത് നരച്ചതെല്ലാം കൂടി ആ 9 സാരി. നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേന് നമ്മുടെ കെട്ടിയവനും ഇല്ല, വിഷമമില്ല. അവള് നരച്ചിട്ടുണ്ട് നടന്നോളൂന്ന് പുള്ളിക്കാരൻ്റെ വിചാരേ. ഈ ഞങ്ങളുടെ പാർട്ടിയിൽ 30 ഷർട്ടൊന്നും ആർക്കും ഇല്ല. നേതാക്കന്മാർക്ക് പറഞ്ഞപ്പോൾ ഒരു ഗമയ്ക്ക് പറഞ്ഞതുള്ളേ ഉള്ളൂ. നടരാജന് വെറും 4-5 ഷർട്ടേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ലല്ലോ, അത്രേ ഉള്ളൂ. ബാബുക്കുട്ടനോട് ഞാനൊരു കാര്യം പറയാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. എന്തെങ്കിലും വല്ലതും നടക്കുമെന്ന് അറിയട്ടെ. ബാബുക്കുട്ടാ എവിടെ? തുറന്നോ? പാർട്ടി ഓഫീസ് വെറുതെ അങ്ങ് തുറന്നിടാനല്ല നിന്നോട് ഞാൻ പറഞ്ഞത്.
അവിടെ തൂത്ത് വൃത്തിയാക്കി ഇടണം. ചൂലില്ലേ? എൻ്റെ പാവക്കുട്ട ചൂലില്ല എന്ന് പറയുന്നത് നീ ഇന്നിന് ആ പേരിൽ തൂക്കാതിരിക്കല്ലേ. പുറത്ത് തെങ്ങിൽ നിന്ന് വീണ ഓല കിടപ്പുണ്ട്. ആ ഒരു ഓല അങ്ങോട്ട് എടുക്കണം. ആ അങ്ങോട്ട് ചീവി ഈർക്കിൽ റെഡിയാക്കി ഒരു ചൂലുണ്ടാക്കണം. ചൂലുണ്ടാക്കിയിട്ട് തൂക്കണം. നീയല്ലാതെ പിന്നെ ഞാനോ? നമ്മുടെ പാർട്ടി അങ്ങനെ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. ഈ കാക്കയൊക്കെ ഉണ്ടല്ലോ, കൂട് കൂട്ടും പോലെ ഓരോന്നായിട്ട് കൊത്തിപ്പറക്കി കൊണ്ടുവന്നാണ് നമ്മളിങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ വന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നീ ചൂല് റെഡിയാക്കുക. ചൂല് കളിക്കില്ലേ തങ്കം? കൊണ്ടില്ലടി, കൊള്ളാത്തല്ലേ ഞാൻ വിളിച്ചത്. മനപ്പൂർവ്വം കുത്തിയല്ലേടി? ഞാൻ എന്തിനാ മനപ്പൂർവ്വം കുത്തണേ? അങ്ങനെ കുത്തണെങ്കിൽ മുഖത്തോട്ട് കുത്തിയാ പോലെ. നീ കളിക്കല്ലേ? അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞു കുത്തിയത്. ഷർട്ട് റെഡി ആയിട്ടുണ്ട്. അത് നിനക്ക് വയ്യെങ്കിൽ അത് പറഞ്ഞാൽ മതി. ബട്ടൺ തയ്ക്കാൻ കഴിഞ്ഞു. ഏട്ടാ എന്താ മോളെ വിളിക്കാതെ വന്നത്? മോളെ വിളിക്കേണ്ട സമയായി. നല്ല മോളെ എന്താ വിളിക്കാഞ്ഞെന്ന്? എന്തുവാ ഏട്ടാ ഇത്? ഏട്ടാ സ്കൂൾ ബസ് ഇപ്പൊ ആ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് ഇറക്കിട്ട് പോവും. എന്തു ഏട്ടാ പോയി വിളിച്ചു? ഞാൻ അങ്ങോട്ട് പോകണ്ട, അവിടെ അമ്മാവൻ നിൽക്കല്ലേ. അമ്മാവനും ചീരത്തോടത്ത് പോകണ്ട, അവിടെ പണിക്കാരില്ലാത്തോണ്ട് നേരെ എൻ്റെ വിളിച്ച് പറഞ്ഞു ഞാൻ ആ ജംഗ്ഷനിൽ നിന്നുള്ള നീ ഇനിയിപ്പോൾ അങ്ങോട്ട് വരണ്ട, ഞാൻ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. നീ ഇങ്ങനെ ചാടനെന്തിനാ പെണ്ണേ? ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ടേ കാണാവൂ, അല്ല വലുതായിട്ട് ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഊതി വീർപ്പിക്കരുത്. വളരെ കൂളായിട്ട് കാണണം എല്ലാ കാര്യങ്ങളെ കേട്ടാ. ഒറ്റയ്ക്ക് വരുമെന്ന് കണ്ടി കുരുവാ പതുക്കെ നടക്ക് മകളെ, പയ്യവാ ഓടിവാ. എന്നിട്ട് എന്താ നിന്നോട് പറയാഞ്ഞ്? ഞാൻ അപ്പൊ തന്നെ ടീച്ചറോട് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് അടി മേടിച്ചു കൊടുത്തിരുന്നില്ലേ? പഠിക്കാനല്ലേ പോണത്? ഇത് ആരല്ല എന്റെ കൊച്ചിനാള് എന്തൊരു കഷ്ടം. അത് അപ്പ പറയണ്ടേത്. അവിടെ വെച്ച് അമ്മാവനോട് പറയായിരുന്നില്ലേ? ഇവിടെ ശരിക്കും ഈശ്വര എവിടെ ഒന്നും കണ്ടില്ലല്ലോ. നിന്റെ വർത്താനം കേട്ടപ്പോ എന്നോടത്ത് കൈ പോയിന്ന്. നഖം കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കണം. ഇതാണാ ഇത് വേണ്ട. തക്കളി മോളുടെ ദേഹത്ത് മുഴുവനും കൊതു കടിച്ചിട്ട് അപ്പടി മാന്തി വെച്ചിട്ടുണ്ട് ഇതുപോലെ. അവനെ കാര്യം വരെ പറയാം. അവനെ കൊച്ചിന് പറയാലോ. അവനെ ആണെങ്കിൽ തണ്ടപ്പെട്ടാ പോരെ. മക്കളെ ഇത് ഏത് കൊച്ച? കൊച്ചിന്റെ പേരെന്താ? പൊന്നു. പൊന്നു എവിടത്തെ വെച്ചത്? ആശുപത്രിയുടെ അവിടെ പച്ചക്കറി കടയില്ലേ, അവിടുത്തെ പൊന്നുന്റെ അച്ഛന്റെ കടയാ. ഗിരീശന്റെ മോള്. ഗിരീശന്റെ പച്ചക്കറി കട നടക്കുന്നുണ്ട്. നമ്മുടെ ഗിരീശൻ. നീ ഇങ്ങനെ ബേളം വെക്കല്ലേ. നമ്മളെ ഗിരീശനെന്ന് ഇതിപ്പോ ഒന്നും എന്റെ കൊച്ചിന്റെ കൈയാണ് അള്ളി വന്നു. കൊച്ചു സ്കൂളിൽ പോയി തുടങ്ങിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിലും വലുതൊക്കെ വരും. പിന്നെ അല്ലാണ്ട് എന്നാലും അങ്ങനെയൊന്നും അല്ല. സ്കൂളിൽ പോയി കംപ്ലൈന്റ് ചെയ്യണം. നാളെ ഇതിലും വലുതായിട്ട് മാന്തി വെച്ചാലോ? വേണ്ട പറയാം. ജമന്തി പറഞ്ഞ ആ കാര്യം ശരിയാ. ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ മെമ്പർ അമ്പിളിക്കുട്ടനുണ്ടല്ലോ, അമ്പിളിക്കുട്ടനെയും കൂട്ടിയിട്ട് നേരെ എസ് ഐ വേണ്ട, സർക്കിളിനും DOSPക്കും കൊച്ചിന്റെ പേരിൽ ഓരോ പരാതി കൊടുക്കണം. ഞാൻ MLA കൊണ്ടൊന്ന് വിളിച്ച് പറയിപ്പിച്ചേക്കാം കേട്ടോ. ലോകത്ത് വേറെ ആർക്കും ഇല്ല പിള്ളേർ. അവനോട് പോയി ചോദിച്ചിട്ട് നമുക്ക്. അല്ല ഊണ് വെച്ചിട്ട് പോ. ഊണാണ് വലുതല്ലേ? എന്റെ കൊച്ചിന്റെ കൈ അള്ളി വന്ന് കുഴപ്പമില്ല. അത് ചോദിക്കണം. വരുന്നുണ്ട് എന്നോട്. വരാം ചോദിച്ചിട്ട് വരാം. അങ്ങനെ അങ്ങ് വിട്ടാ കൊള്ളൂലല്ലോ. മരുന്ന് വെച്ച് കൊടുക്കാനോ? അതിന് മാത്രം ഒന്നുമില്ല. അത് 2 ദിവസം കഴിയുമ്പോ അങ്ങ് കൊടുത്തോളൂ അല്ലേ? ഒന്നുമില്ലല്ലോ കുഞ്ഞിന്. നീറുന്നുണ്ടാവും. അവളാണെങ്കിൽ അതിലും വലിയ പഠിച്ച കളിയുള്ള മുഖം നോക്ക്. ഒന്നുമില്ല കുഞ്ഞേ. അതെ, അങ്ങനെ നഖം കൊണ്ടപ്പോ ഒരു പാടായത്. അത് മുറിഞ്ഞിട്ടൊന്നുമില്ല മോനെ. ചിലപ്പോ നന്നായിട്ട് നീറുന്നുണ്ടാവും. പിന്നെ മുറിഞ്ഞാലല്ലേ നീറുള്ളൂ. ഇവിടുന്ന് മരിക്കണം. ആ കൊച്ചിനെ കൂടി പേടിപ്പിക്കും. ചാടി കയറിയിട്ടൊന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട. കുറച്ച് കാര്യം മനസ്സിലാക്കിയിട്ട് അവനെ ബോധ്യപ്പെടുത്താതല്ലേ. ചോദിക്കാൻ അവനെ വെറുതെ വിടാൻ പറ്റുമോ? ചേട്ടാ ഇപ്പൊ ഒരു ഫോൺ കോൾ വന്നിട്ട് പോയതാ. ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോയതാ. എപ്പോ വരുന്ന അറിയാം. കുറച്ചു നേരമായി പോയിട്ട് ചിലപ്പോ ഇപ്പൊ ഇങ്ങെത്തും. ഫോൺ കൊണ്ടാണോ പോയത്? ഞാൻ ഫോൺ ഉണ്ടായിരുന്നു.
എപ്പോ വരച്ചിട്ടാ? ഊണ് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ ഊണ് കഴിക്കുന്നതാണ് അത്യാവശ്യം. ഞാൻ പോയി ഊണ് കഴിച്ചിട്ട് വരണം. ഞാൻ ഇവിടെ നിന്നുള്ള. അല്ല എന്നാലും ഇത് അറിഞ്ഞ വഴിക്ക് ഓടി വരണ്ടല്ലോ. എന്റെ കൊച്ചിന്റെ കാര്യമാണ്, അത് രണ്ടിനും തീരുമാനിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. അല്ല തീരുമാനിക്കണം, അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. അതിനാണല്ലോ ഞാനും വന്ന്. പിന്നെ ഊണ് കഴിക്കണ കാര്യം പറഞ്ഞോണ്ടാ ഏത് ഹോസ്പിറ്റലിൽ അറിയാൻ പോയല്ലേ? എടാ മോനെ ഏത് ഹോസ്പിറ്റലാടാ? അതെ, ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയില്ല ഏട്ടാ. ഹോസ്പിറ്റലിൽ പോകണമെന്ന് അതും അറിയില്ല. പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞാണ് പോണത്. എന്നാ ഒരു കടയിൽ ഒരാളെ നിർത്തുമ്പോൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും വേണ്ട പോവാൻ. അതാണ് ഇപ്പൊ കാര്യം. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിരിക്കാതെ. എന്ത് കൊച്ചിന്റെ കൈ കണ്ടായിരുന്നാ? കണ്ടു. പിന്നെ തങ്കപ്പനാല് ഒന്നുമില്ലെന്ന്. അല്ല അതല്ല, നഖാണ്. നഖം കൊണ്ടുകഴിഞ്ഞാൽ അത് പഴുക്കൂലേ? പിന്നെ ഇനി എനിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാനാ. അല്ല എന്തായാലും ഇങ്ങനെയൊക്കെ മറ്റേ ഈ ഉപദ്രവിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് നേരാക്കാൻ തന്നെ വേണം. ഇത് നല്ല സ്വഭാവമല്ല. എന്താ പറഞ്ഞത്? കൊച്ചുങ്ങൾ തമ്മിൽ അടികൂടാനാണ് സ്കൂളിൽ പോണത്. എന്റെ കൊച്ചു പാവായോണ്ട് വരാൻ വഴികൂടാ. വൈകുന്നേരം വന്നിട്ടേ പോളേ. മക്കളെ ഇറങ്ങിക്കോടാ. എന്താനാ കാണാനില്ലല്ലോ. കുറച്ചു നേരമായി. എവിടെ പോയിരുന്നു? കൊച്ചിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാവേ. എന്താ പറ്റി കൊച്ചിനെ? പിള്ളേർ അടി കൂടി കണ്ട് കടിച്ചു വെച്ചേക്കുന്നുണ്ടില്ലേ? 3-4 കടിയുണ്ട്. ഭാഗ്യത്തിന് തൈകയിലൊന്നുമില്ല. എവിടെ വെച്ചാ? സ്കൂളില് പിള്ളേർ തമ്മിൽ കടി കൂടിയത്. ആരാ മുള കടിച്ചത്? കസ്തൂരി. അല്ല ഈ കൊച്ച് കടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അവിടെ ചെന്ന് ചോദിച്ചൊന്നുമില്ലേ? എന്തോന്ന് ചേട്ടാ ഈ പറയുന്നത്? ചേട്ടാ ഈ പിള്ളേർ അടി കൂടുന്നതൊക്കെ കംപ്ലൈന്റ് പറയാൻ പോയാ കുഞ്ഞിലെ നമ്മളൊക്കെ എന്തുമാത്രം അടി കൂടിയിരിക്കുന്നു. ഈ പിള്ളേർ അടി കൂടുന്നതൊക്കെ കാര്യമായിട്ട് എടുക്കാൻ ചെന്ന് വിവരമുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ്. അതും കളയുന്നേ. കൊച്ചു പിള്ളേരല്ലേ കടിയേ കൂടും. അതൊക്കെ നാളെ ഇതൊക്കെ മാറില്ലേ. പിന്നെ എന്താ വന്നേ? അല്ല ഞാന് മറ്റേ കുക്കുംബർ ഉണ്ടല്ലോ, കുക്കുംബർ 1 കിലോ മേടിക്കാച്ചിട്ട് വന്ന. മേടിച്ചോണ്ടായിരുന്നോ? ഞാൻ വരുന്നൊരു വീഴ്ചയുണ്ട കാര്യമുണ്ട്. അതല്ല ഒരു പ്രശ്നം പറ്റി, ഞാൻ വേറൊരു കാര്യത്തിന് വന്ന. അപ്പൊ കാശ് എടുക്കാൻ മറന്നു. നമ്മളെ കടയിൽ വന്നിട്ട് എന്താ കാര്യം? ആദ്യമായിട്ട് കാണാൻ വരുന്ന കടയാണോ? കയറി മേടിച്ചോണ്ട് പോകൂടെ? പിന്നീട് കൊണ്ടുവന്നാ പോരെ? അതെ 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 മതി. വാ വരാം. ചേട്ടൻ കുക്കുമ്പർ എടുക്ക.